ഹലോ എവരിവൺ, ഞാൻ സുനിൽകുമാർ RS, ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. എൻട്രൻസ് കോച്ചിങ് ഫീൽഡിലൊരു ഫാക്കൽറ്റിയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് റാംസ് എൻട്രൻസ് കോച്ചിങ് ഉള്ളൂറുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നീറ്റിൽ ഫിസിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളൊരു ഗൈഡൻസ് ഉള്ള രീതിയിലാണ് ഞാനീ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതിലാദ്യം ഞാൻ എക്സാമിനെ പറ്റി തന്നെ പറയാം. എക്സാം ഇപ്പോൾ വരുന്നത് 2024 നിങ്ങൾക്കറിയാം, May 5th ആണ്. അത് സൺഡേ ആണ്. ടൈമിംഗ് ഈസ് 2 PM to 5:20 PM. ടൈമിംഗ് തന്നെ നിങ്ങൾ ചിലപ്പോൾ യൂഷ്വലായിട്ട് സാധാരണ ചെയ്ത എക്സാമിനേഷന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ മിക്കവാറും സ്കൂൾ എക്സാമിനേഷൻസൊക്കെ രാവിലെ എഴുതുന്ന ആൾക്കാർ ഇത് ആഫ്റ്റർനൂൺ എക്സാമിനേഷനാണ്. 2 PM to 5:20 PM. അതായത് 3 മണിക്കൂർ 20 മിനിറ്റ് നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ അറിയാം, അതിൽ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെ സബ് ഡിവിഷൻസ് ആയിട്ട് ബോട്ടണിയും സുവോളജിയും ഉണ്ട്. ഇത് 720 മാർക്കിനാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതിലിനി ഓരോ സബ്ജക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, കെമിസ്ട്രിയിൽ 50 ക്വസ്റ്റ്യൻസ്, ബോട്ടണി 50, സുവോളജി 50. ഈ ഓർഡറിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ 50 എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അല്ല. ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയിൽ 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പാർട്ട് ബിയിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 35 + 15 അങ്ങനെയാണ് 50 ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ 35 ക്വസ്റ്റ്യൻസ് പാർട്ട് എയിലത് കമ്പൽസറിയാണ്. അത് എല്ലാം അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല, മീൻസ് ഓപ്ഷണൽ ഇല്ല, നിങ്ങൾക്ക് വിടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല. ഓൾ ഓഫ് ദം യു ഹാവ് ടു അറ്റൻഡ്. ബട്ട് പാർട്ട് ബിയിലെ 15 നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഏതെങ്കിലും 10 നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അതായത് അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് 35 കമ്പൽസറി പ്ലസ് 10 out of 15. അപ്പോൾ ടോട്ടൽ 45 ക്വസ്റ്റ്യൻസിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. 45 into 4 കറക്റ്റ് മാർക്കിങ്ങിന് 4 മാർക്കാണ്. അപ്പോൾ 45 into 4 വരും. ആൻഡ് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ ഓരോ മിസ്റ്റേക്കിനും -1 മാർക്ക് പോകും. അത് നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ ആ പോർഷനോട്ട് പോകുന്നില്ല, എനിക്ക് കൂടുതലായിട്ടും ഫിസിക്സിലെ കാര്യങ്ങളാണ് പറയേണ്ടത്. എന്നാലും ഞാൻ ഓവറോളായിട്ട് എക്സാമിൻ്റെ അടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് പറഞ്ഞ പോലെ 45 ഫിസിക്സ്, ദെൻ യു ഹാവ് 45 കെമിസ്ട്രി, ആൻഡ് ദെൻ 45 ബോട്ടണി ആൻഡ് 45 സുവോളജി. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ 180 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 180 into 4 720. ബട്ട് ദർ വിൽ ബി 200 ക്വസ്റ്റ്യൻസ് ഇൻ ദ പേപ്പർ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് മാറ്റി വയ്ക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ആദ്യം നിങ്ങൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് ഫിസിക്സ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എക്സാമിനേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്രൂഷ്യൽ കാര്യം, അത് ഒരുപാട് കുട്ടികൾക്ക് അറിയത്തുപോലുമില്ല. ഈ എക്സാമിനേഷൻ ഓഫ്ലൈൻ എക്സാമിനേഷനാണ്. ഓഫ്ലൈൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പർ പെൻ എക്സാമിനേഷനാണ്. പെൻസിലില്ല, പെന്നും ദെൻ OMR ഷീറ്റുമാണ്. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവും. വേറെ ഒറ്റ ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ തരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിലൊക്കെ ഉള്ള കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യേണ്ട സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടയ്ക്കുള്ള കാണുന്ന ബ്ലാങ്ക് സ്പേസിൽ തന്നെ നിങ്ങൾ റഫ് വർക്ക് ചെയ്യണം. ദർ ഈസ് നോ അതർ ഷീറ്റ് പ്രൊവൈഡഡ്. നിങ്ങൾ വേറെ ബ്ലാങ്ക് പേപ്പർ ഒന്നും നിങ്ങൾക്ക് അഡീഷണൽ വർക്കിങ്ങിന് തരത്തില്ല. അപ്പോൾ യു ഹാവ് ടു അഡ്ജസ്റ്റ് വിത്ത് ദി സ്പേസ് അവൈലബിൾ ഇൻ ദി ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അതിലാണെങ്കിൽ ഒരുപാട് സ്പേസ് ഒന്നും കാണത്തില്ല. അപ്പോൾ അതൊരു ഭയങ്കര ക്രൂഷ്യൽ ഫാക്ടറാണ്. അതായത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ കുറച്ച് സ്പേസിൽ കാൽക്കുലേഷൻസ് ചെയ്യുന്ന രീതിയിൽ പ്രാക്ടീസ്ഡ് ആവണം. അത് ഒരുപാട് കുട്ടികൾ അവസാനത്തെ നിമിഷത്തിൽ പ്രശ്നം വരുന്ന ഒന്നാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ. ഒരുപാട് സ്പേസ് എടുത്ത് കാൽക്കുലേഷൻസ് ചെയ്യരുത്. വളരെ കുറച്ച്, വളരെ മിനിമൈസ് ചെയ്ത സ്പേസിൽ കാൽക്കുലേഷൻസ് തരുന്ന രീതിയിൽ പ്രാക്ടീസ്ഡ് ആവുക. അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട. 2, നിങ്ങളിങ്ങനെ എഴുതി വരുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു 3 hour 20 minutes ഉണ്ട്. അപ്പോൾ ഞാൻ സാധാരണ കുട്ടികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടികൾ ഒരു 45 to 50 minutes ആയിരിക്കും ബയോളജിക്ക് സ്പെൻഡ് ചെയ്യുക. ഈ എല്ലാ ക്വസ്റ്റ്യൻസും, ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് 90 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് മിക്കവാറും നല്ല പ്രിപ്പയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു 45 to 50 minutes കുട്ടികൾ എടുക്കാറുള്ളൂ. അപ്പോൾ അത് 45 to 50 minutes മാറി, 50 minutes മാറി എന്ന് വിചാരിച്ചു. ദെൻ ഒരു കെമിസ്ട്രിയിൽ സാധാരണ ഒരു കുട്ടികൾ ഒരു 1 hour എടുക്കാറുണ്ട് ആ 45 ക്വസ്റ്റ്യൻസിന്. 1 hour + 50, അപ്പോൾ 60 + 50 110 minutes മാറി. ബാക്കി നിങ്ങൾക്ക് 90 minutes ഉണ്ട്. യു ആർ ഗെറ്റിംഗ് 90 minutes. ആ 90 minutes ഫിസിക്സിന് ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അത് ആദ്യമോ അവസാനമോ ഇൻബിറ്റ്വീൻ എന്നുള്ളത് കുട്ടികളുടെ ചോയ്സാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു 90 minutes, അത് 1.5 മണിക്കൂർ ഈ 45 ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരുപാട് നമ്പേഴ്സ് ഫൈനലി ഫിനിഷ് ചെയ്യാൻ പറ്റും.
എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല, പ്രാക്ടീസ് കൊണ്ട് ഇത് പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു നല്ല സ്കോർ വരുന്ന കുട്ടികളിൽ നടന്ന ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടിയ നമ്പേഴ്സാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു 1.5 മണിക്കൂർ ഫിസിക്സിന് സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സ്കോർ അത്രയും ഉയർന്നു നിൽക്കും. ഇനി ഫിസിക്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് കാൽക്കുലേഷൻ ഒന്ന് തെറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ അല്ല അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിനെ വെട്ടിയിട്ട് അപ്പം തന്നെ ചെയ്യാൻ നിൽക്കരുത്. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും അതിൽ റീതിങ്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സമയം പോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറ്റിനെ തൽക്കാലം ഒന്ന് ഒഴിവാക്കി വയ്ക്കുക, അടുത്ത ക്വസ്റ്റിനോട്ട് പോവുക. ഇങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റൻഡിൽ കിട്ടുന്ന എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് ഓഫ് കാൽക്കുലേഷൻസിൽ മാത്രമേ ഈ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിയതിൻ്റെ ഒരു പരിഭ്രമം കാരണം ആ സമയത്ത് നമുക്ക് ഒരു കാരണവശാലും വീണ്ടും അത് റീകാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് ഒരുപാട് എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കും മനസ്സിലായിട്ടുള്ളതാണ്. കുട്ടികളും ഒരുപാട് ഒരു അക്സെപ്റ്റ് ചെയ്ത ഒരു ഫാക്റ്റാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ജനറലായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അപ്പം തന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാണ്ട് അടുത്ത റൗണ്ടിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരു 1.5 മണിക്കൂർ ഫിസിക്സിന് സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ പ്രാക്ടീസ്ഡ് ആയാൽ ഇസ് ഗുഡ്. അപ്പോൾ ഇതാണ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞു, എനിക്ക് കൂടുതലായിട്ടും പറയേണ്ടത് ഫിസിക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നായിരുന്നു. അതിനി 1 by 1 ആയിട്ട് നോക്കാം. അതായത് പ്രിപ്പറേഷൻ പാർട്ട്. ഇനി ഞാൻ ഫിസിക്സിൻ്റെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഫിസിക്സിൽ നിങ്ങൾ എന്തൊക്കെ ബുക്സ് റെഫർ ചെയ്യണം ഫോർ ദി നീറ്റ് പ്രിപ്പറേഷൻ. അതിൽ ആദ്യം നിങ്ങൾ തുടങ്ങേണ്ടത് നിങ്ങൾ സ്കൂൾ ക്ലാസ്സസിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ കിട്ടുന്ന തിയറി പോർഷൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് അതാണ്. ഓരോ ടോപ്പിക്, സപ്പോസ് ഒരു ചാപ്റ്റർ നിങ്ങൾ എടുത്തു, അതിൻ്റെ തിയറി സ്കൂളിൽ നിന്നുള്ളതും ട്യൂഷൻ ക്ലാസ്സിൽ നിന്നുള്ളതെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് നേരെ NCERTയിലെ വർക്ക്ഡ് ഔട്ട് ക്വസ്റ്റ്യൻസ് ആദ്യം ട്രൈ ചെയ്യണം. ഡു ഓൾ ദി വർക്ക്ഡ് ഔട്ട് ക്വസ്റ്റ്യൻസ്. വർക്ക്ഡ് ഔട്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ പിന്നെ NCERTയിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇഫ് പോസിബിൾ അതും ചെയ്യുക. ഞാൻ പറഞ്ഞു ഇഫ് പോസിബിൾ, വർക്ക്ഡ് ഔട്ട് എന്തായാലും ചെയ്യണം. എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇഫ് പോസിബിൾ ട്രൈ ദം ഓൾസോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ നിങ്ങളുടെ പുതിയ NCERT നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് എക്സസൈസ് ക്വസ്റ്റ്യൻസ് അവർ കുറച്ചിട്ടുണ്ട്. വളരെ മിനിമം നമ്പറേ ഉള്ളൂ. അപ്പോൾ ആ NCERT നിങ്ങൾ എങ്ങനെയെങ്കിലും എടുത്തതിന് ശേഷം അതിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസും ചെയ്യുക. ഐ റിപ്പീറ്റ്, ആദ്യം തിയറി പഠിക്കുന്നു, ദെൻ NCERTയിലെ ഓൾ ദി വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ചെയ്യുക, ആൻഡ് ഇഫ് പോസിബിൾ എക്സസൈസ് ക്വസ്റ്റ്യൻസും ഫിനിഷ് ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും സംശയമുണ്ട് NCERT ലൈൻ ബൈ ലൈൻ പഠിക്കണമെന്ന്. പക്ഷേ ഫിസിക്സിന് അതിൻ്റെ ആവശ്യമില്ല. ബയോളജിയിൽക്കാർ വരാറുണ്ട്, അവർക്ക് ഈ NCERTയിലെ ലൈൻ ബൈ ലൈൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ടെന്ന്. അത് കറക്റ്റുമാണ്. ബട്ട് ഫിസിക്സിനെ സംബന്ധിച്ച് അങ്ങനെ NCERT ലൈൻ ബൈ ലൈൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വായിക്കേണ്ട പോലും കാര്യമില്ല. ബിക്കോസ് അത് ഒരിക്കലും സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ബുക്ക് അല്ല NCERT. അപ്പോൾ നിങ്ങൾക്കത് ബയോളജിയോ കെമിസ്ട്രിയോ പോലെ ഫിസിക്സ് അങ്ങനെ സാധാരണ ഒരു ബുക്ക് വായിക്കുന്ന പോലെ പെട്ടെന്ന് കുട്ടികൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലല്ല അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം തിയറി പഠിക്കുക, ആൻഡ് ദെൻ NCERT കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നിങ്ങൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ NCERT എന്നുള്ളത് നിങ്ങൾ കൺസെപ്റ്റ് ഗ്രാസ്പ് ചെയ്തേ ഉള്ളൂ. ഇനി NCERT ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനായിട്ട് ഏതെങ്കിലും ഒരു ബുക്ക് ഓടി നടന്ന് നിങ്ങൾ ഒരുപാട് ബുക്സ് റെഫർ ചെയ്യരുത്. ഏതെങ്കിലും ഒരു ബുക്കിൽ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ പാസ്റ്റ് പേപ്പർ 36 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്കുണ്ട്, പിന്നെ നീറ്റ് ചാമ്പ്യൻ എന്നുള്ള ബുക്കുണ്ട്, നീറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ബുക്കുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഏറ്റവും ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് തുടങ്ങി പതിയെ നിങ്ങളുടെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് കൂട്ടി അതിൽ മാക്സിമം ഡിഫിക്കൽട്ടി ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ പറഞ്ഞു അത് നീറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ബുക്ക് തന്നെ നോക്കുക. ബിക്കോസ് ചില ക്വസ്റ്റ്യൻസിൽ ഈ നീറ്റും ജെയും എല്ലാം കൂടി ക്ലബ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ജെയുടെ ഏറ്റവും ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നീറ്റിലൊരു കുട്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നീറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ബുക്ക് തന്നെ എടുത്ത് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് ചാപ്റ്റർ വൈസ് ആയിട്ടായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും ആ ബുക്കിൽ തന്നെ ഈ ചാപ്റ്റർ ക്ലബ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻ പേപ്പേഴ്സ് ഉണ്ടാവും. ഇല്ല അതിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ എവിടെ നിന്നായാലും നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ പാസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് നെറ്റിൽ നിന്ന് ഇഷ്ടംപോലെ ഇപ്പോൾ കിട്ടും. അതിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഫുൾ ചാപ്റ്ററിൻ്റെ എക്സാമിനേഷൻ ഒരു 4-5 എണ്ണമെങ്കിലും എഴുതാൻ ശ്രമിക്കുക. അത് ടൈം വെച്ച് തന്നെ എഴുതണം. സമയം ഒരു സ്റ്റോപ്പ് ക്ലോക്കൊക്കെ വെച്ചിട്ട് സമയം വെച്ചിട്ട് എക്സാമിനേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. തിയറി, ദെൻ NCERT, ദെൻ ആൻ ഒബ്ജക്റ്റീവ്. അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ സിലബസ് നോക്കിയാൽ, ഇപ്പോൾ സിലബസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ഇയർ വരെ ഇല്ലാത്തൊരു സംഭവം ഫിസിക്സിൽ ഈ വർഷം നീറ്റുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ സ്കിൽസ് എന്ന് പറയും. എക്സ്പെരിമെൻ്റൽ സ്കിൽസ് എന്ന് പറഞ്ഞൊരു 18 എക്സ്പെരിമെൻറ്റ്സ് ഒരു ടോപ്പിക്കായിട്ട് ലാസ്റ്റ് ടോപ്പിക്കായിട്ട് സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്.
അപ്പോൾ ഈ 18 എക്സ്പെരിമെൻറ്റിൽ നിന്നെ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ട് വരും. അപ്പോൾ അത് വിടരുത്. മിക്കവാറും നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്ത പ്രാക്ടിക്കൽസ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പോലും ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്ത് ആ എക്സ്പെരിമെൻ്റൽ സ്കിൽസിൻ്റെ ആ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് പ്രാക്ടീസ്ഡ് ആകുക. 18 എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ ആ സിലബസ് നോക്കിയാൽ അത് മനസ്സിലാവും. അത് എല്ലാ കുട്ടികളും ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല, ബിക്കോസ് വർഷങ്ങളായിട്ടുള്ളൊരു പ്രാക്ടീസ് അല്ല അത്. ഈ വർഷം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി 1 or 2 ക്വസ്റ്റ്യൻസ് വിൽ ബി ദെയർ ഓൺ ദിസ് എക്സ്പെരിമെൻ്റൽ സ്കിൽസ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, മിക്കവാറും CBSE ആയാലും സ്റ്റേറ്റ് ആയാലും ഇപ്പോൾ ഏകദേശം സെയിം സിലബസാണ് ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് ഡിലീറ്റഡ് ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ ഈ ഡിലീറ്റഡ് ടോപ്പിക്സിൽ ചില ടോപ്പിക്സ് ഇപ്പോഴത്തെ നീറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് CBSEയിൽ ഡിലീറ്റഡ് ആണ്, ബട്ട് നീറ്റ് സിലബസിലുണ്ട്. അങ്ങനെയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദീസ് ആർ ദി ടോപ്പിക്സ് വിച്ച് ആർ നോട്ട് ഇൻ CBSE ബട്ട് നീറ്റ് സിലബസിൽ ഉണ്ട്. ആ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ അതിലൊന്ന്, ഫസ്റ്റ് ഇയറിൽ നോക്കുകയാണെങ്കിൽ എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. ഫസ്റ്റ് ചാപ്റ്റർ യൂണിസം മെഷർമെൻറ്റിൽ എറേഴ്സ് നിങ്ങളുടെ നോർമൽ സിലബസിൽ ഡിലീറ്റഡ് ആണ്, ബട്ട് നീറ്റിലുണ്ട്. പിന്നെ റിലേറ്റീവ് വെലോസിറ്റി ഇൻ 1 dimension 2 dimension സിലബസ് ഡിലീറ്റഡ് ആണ്, ബട്ട് നീറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ മൊമെൻ്റ് ഓഫ് ഇനീഷ്യലിൽ പാരലൽ ആക്സിസ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നിങ്ങളുടെ സിലബസ് ഡിലീറ്റഡ് ആണ്, ബട്ട് നീറ്റ് സിലബസിലുണ്ട്. ഇത്രയും ഫസ്റ്റ് ഇയറിൽ ഡിലീറ്റഡ് ടോപ്പിക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ദെൻ സെക്കൻഡ് ഇയർ നോക്കുകയാണെങ്കിൽ മീറ്റർ ബ്രിഡ്ജ്, അത് നിങ്ങളുടെ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ നോർമൽ സിലബസ് ഡിലീറ്റഡ് ആണ്, ബട്ട് നീറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ദെൻ കംസ് പോളറൈസേഷൻ. വേ ഓപ്റ്റിക്സിൽ പോളറൈസേഷൻ എന്ന ടോപ്പിക്ക് നോർമൽ സിലബസ് ഡിലീറ്റഡ് ആണ്, നീറ്റിലുണ്ട്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്ടേഴ്സിൽ LED, സോളാർ സെൽ, ഫോട്ടോ ഡയോഡ്, സെന ഡയോഡ് ആൻഡ് ദെൻ ലോജിക് ഗേറ്റ്സ്. ഇത്രയും നീറ്റ് സിലബസ് ഡിലീറ്റഡ് ആണ്, ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ആണ്, നിങ്ങളുടെ നോർമൽ സിലബസ് ഡിലീറ്റഡ് ആണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സും കൂടി ഡെഫിനറ്റ്ലി അവസാനമായിട്ടെങ്കിലും കവർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ നോർമൽ സിലബസ് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ഡെഫിനറ്റ്ലി കവർ ചെയ്യണം. ഒന്ന്, ഈ 18 എക്സ്പെരിമെൻ്റൽ സ്കിൽസും ഈ പറഞ്ഞ ഡിലീറ്റഡ് ടോപ്പിക്സും കൂടി കവർ ചെയ്യുക, ബിക്കോസ് ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മടി കൂടാണ്ട് ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ടെൻഷൻ ഇല്ലാണ്ട് വളരെ കൂളായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ഈ വർഷം എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെയും ദീപക് ഗോപി പ്രസൻസിൻ്റെയും എല്ലാ ആശംസകളും.